ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ EC2 ഇൻസ്റ്റൻസിൻ്റെ നമ്മളൊരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. റിയാക്റ്റും നോഡും വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതൊരു ഐഡിയ വോൾട്ട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മളുടെ ഐഡിയാസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ലോഗ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, അത് മാത്രമേ ഉള്ളൂ. ഇല്ല, വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തേക്കുന്നത് നോഡിലും റിയാക്റ്റിലുമാണ്. അപ്പം നമ്മളുടെ നോഡ് ജേസ് ഫ്രണ്ട് എൻഡ് ഫ്രണ്ട് എൻഡ് റിയാക്റ്റ്, ബാക്ക് എൻഡ് നോഡ് ജേസ്. ഇപ്പം ഫ്രണ്ടിൻ്റെ അകത്ത് നമ്മൾ യൂഷ്വലി നമ്മൾ ഇപ്പം രണ്ടായിട്ടായിരിക്കും ഡിപ്ലോയ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പം നോഡ് ജേസും റിയാക്റ്റും ഒന്നെങ്കിൽ S3 ബക്കറ്റിനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഫ്രണ്ട് എൻഡ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ ഇന്നത്തെ കേസിൽ നമ്മളുടെ ബാക്ക് എൻഡിൽ നിന്ന് തന്നെ നമ്മളുടെ റിയാക്ട് ആപ്ലിക്കേഷൻ സെർവ് ചെയ്യുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ബാക്ക് എൻഡിൽ സ്റ്റാറ്റിക് ഫയലായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. യൂസർ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിയാക്റ്റിനെ ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇപ്പം ബാക്ക് എൻഡിൽ നിന്ന് സെർവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ഡിപ്ലോയ്മെൻറ്റിൻ്റെ കേസ് ആയതുകൊണ്ട് ഇത് കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അപ്പം ബേസിക്കലി നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്റ്റിനെ ബിൽഡ് ചെയ്തിട്ട് നോഡ് ജേസിനോട് പറഞ്ഞു കൊടുത്തു ഈ ഫയലാണ് സെർവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇൻഡെക്സിനെയും ഇൻഡെക്സ് ഡോട്ട് HTML ജാവാ സ്ക്രിപ്റ്റും എല്ലാം കൂടി നോഡ് ജേസ് എക്സ്പ്രസ് ഫ്രണ്ട് എൻഡിലോട്ട് സെൻഡ് ചെയ്തിട്ട് അവിടെ കോൺഫിഗർ ചെയ്തോളും. അപ്പം അത്രയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ബേസിക്കലി പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ചാണ്, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒന്നിച്ചാണ് ഒരു ഇൻസ്റ്റൻസിൽ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലാത്തൊരു വർക്ക് ഫ്ലോ ആണ്. നമുക്കിപ്പോൾ S3 ബക്കറ്റിൻ്റെ നമ്മളുടെ റിയാക്ട് ആപ്ലിക്കേഷനെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ അടുത്തൊരു 2-3 വീഡിയോയ്ക്ക് ശേഷം ചെയ്യാം. കാരണം നമുക്ക് ഫ്രണ്ട് എൻഡിൽ S3 ബക്കറ്റിൻ്റെ അകത്ത് റിയാക്റ്റിനെ ഹോസ്റ്റ് ചെയ്യണമെന്ന കാര്യം അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൗട്ട് 53യും പിന്നെ ക്ലൗഡ് ഫ്രണ്ടും അറിയേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് റൗട്ട് 53യുടെയും ക്ലൗഡ് ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് S3 ബക്കറ്റിൻ്റെ അകത്ത് റിയാക്ട് ഹോസ്റ്റ് ചെയ്യുന്ന കാര്യം നോക്കാം. അതാകുമ്പം കംപ്ലീറ്റ് ആയിട്ട് S3യുടെ ഹോസ്റ്റിങ്ങിൻ്റെ കാര്യം അങ്ങ് തീർന്നു നോക്കോളും. പിന്നെ ക്ലൗഡ് ഫ്രണ്ടും റൗട്ട് 53യും കംപ്ലീറ്റ്ലി S3 ബക്കറ്റിൻ്റെ റിയാക്റ്റിനെ ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അറിയണമെന്നില്ല. പിന്നെ നമ്മുടെ ഡൊമെയിൻ നെയിം ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം അറിയേണ്ടത്. ജസ്റ്റ് S3 ബക്കറ്റിൻ്റെ അകത്തോട്ട് നമ്മൾ റിയാക്ട് ആപ്പിൻ്റെ സ്റ്റാറ്റിക് ഫയൽ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഹോസ്റ്റ് ആവും. ഞാൻ പറഞ്ഞ നമ്മളുടെ ഡൊമെയിൻ നെയിം ഒക്കെ കണക്ട് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ CDN ഒക്കെ വരുന്ന സമയത്ത് അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ EC2ൻ്റെ അകത്ത് എങ്ങനെ നമ്മുടെ ഈ മെയിൻസ്റ്റാക്ക് ആപ്ലിക്കേഷനെ ഡിപ്ലോയ് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് ഇപ്പോൾ കണ്ടു. ഇനി നമുക്ക് നേരെ AWSൻ്റെ അകത്തോട്ട് പോകാം. AWSൻ്റെ അകത്ത് EC2 എന്ന് പറയുന്ന ഒരു വിർച്വൽ ഇൻസ്റ്റൻസ് ആണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരെണ്ണം നമ്മുടെ ലാപ്ടോപ്പ് അത് നമ്മൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ഫിസിക്കൽ ഇൻസ്റ്റൻസ് ആണ്. അപ്പം നമ്മളൊരു വിർച്വൽ സെർവർ, നമ്മുടെ ലാപ്ടോപ്പ് ഒരു ഫിസിക്കൽ സെർവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ AWSൽ നിന്ന് മേടിക്കുന്ന ഒരു വിർച്വൽ സെർവറാണ് EC2 ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ക്ലൗഡ് കമ്പ്യൂട്ട് എന്നാണ് നമ്മുടെ EC2ൻ്റെ ഫുൾ ഫോം. അപ്പം ലാസ്റ്റത്തെ 2 C ക്ലൗഡ് കമ്പ്യൂട്ടിൻ്റെ ലാസ്റ്റത്തെ 2 C വരുന്നതുകൊണ്ടാണ് EC2 എന്ന് നമ്മളതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ AWSൻ്റെ അകത്ത് നിന്ന് മേടിക്കുന്ന ഒരു വിർച്വൽ സെർവറാണ് EC2. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. റെഡ്യൂസ് നമ്മൾ യൂസേജിനനുസരിച്ച് നമ്മളുടെ കോമ്പ്യൂട്ടേഷണൽ പവറിനെയും കാര്യങ്ങളെയൊക്കെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പം പല ടൈപ്പ് ഓഫ് EC2 ഇൻസ്റ്റൻസുകളുണ്ട്. ജനറൽ പർപ്പസ് ഉണ്ട്, മെമ്മറി ഒപ്റ്റിമൈസ്ഡ് EC2 ഇൻസ്റ്റൻസ്, ആക്സിലറേറ്റഡ് EC2 ഇൻസ്റ്റൻസുകളുണ്ട്, ഹൈ പെർഫോമൻസ് EC2 ഇൻസ്റ്റൻസുകളുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് EC2 ഇൻസ്റ്റൻസുകളുണ്ട്. അപ്പം നമ്മളുടെ യൂസ് കേസിനനുസരിച്ചായിരിക്കും നമ്മൾ EC2 ഇൻസ്റ്റൻസുകൾ സെലക്ട് ചെയ്യാൻ പോകുന്നതും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതും. പിന്നെ നമുക്കിവിടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്കിവിടെ എന്താ പറയുക, റീജിയൻസ് ഉണ്ട്. പല റീജിയൻ ഉണ്ട്. ഇപ്പം നമ്മൾ മുംബൈയാണ്. റീജിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ AWSന് പല സ്ഥലത്തും ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മളുടെ തൊട്ടടുത്തുള്ള ഈ ഫിസിക്കൽ സെർവറുകളിൽ നിന്നാണ് നമുക്ക് ഈ വിർച്വൽ സെർവർ കിട്ടുന്നത്. അപ്പം നമ്മൾക്ക് ഇപ്പം റിക്വസ്റ്റിൻ്റെ റെസ്പോൺസിനെയും ടൈം എന്താ പറയുക, ലേറ്റൻസി കുറവായിരിക്കും. നമ്മളിപ്പം അടുത്തുള്ളൊരു EC2 ഇൻസ്റ്റൻസ് ആണ് വല്ല റീജിയനിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ റിക്വസ്റ്റിന് ട്രാവൽ ചെയ്തിട്ട് തിരിച്ച് സെർവ് ചെയ്യാനുള്ള സമയം ഭയങ്കര കുറവായിരിക്കും. അതാണ് ഇപ്പം നമ്മളിപ്പം കാലിഫോർണിയയിലാണൊരു EC2 ഇൻസ്റ്റൻസ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ റിക്വസ്റ്റിന് അവിടെ പോയിട്ട് തിരിച്ച് റെസ്പോൺസുമായിട്ട് വരാനുള്ള സമയം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ പല റീജിയൻസ് ഉള്ളത്. അപ്പോൾ റീജിയൻസിൻ്റെ അകത്ത് തന്നെ നമുക്ക് പല അവൈലബിലിറ്റി സോണുകൾ കാണും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ അവൈലബിലിറ്റി സോണിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഇപ്പം മുംബൈയിലുള്ളൊരു 10 ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും 1-2 എണ്ണം
കത്തിപ്പോയാലും ബാക്കപ്പിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അവൈലബിലിറ്റി സോണുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ഈ അവൈലബിലിറ്റി സോണുകളും മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ EC2 ഇൻസ്റ്റൻസുകളായിട്ട് അറ്റാച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അതൊക്കെ നമുക്ക് പിന്നൊരു വീഡിയോയ്ക്കകത്ത് പറയാം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് EC2 ഇൻസ്റ്റൻസ് നോക്കുന്ന സമയത്ത് റീജിയൻസിൻ്റെ എന്താണ് പ്രത്യേകതകൾ, അവൈലബിലിറ്റി സോണിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ ഒന്ന് തിയററ്റിക്കലായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. നമുക്ക് ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കാം. ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ പേര് ഐഡിയ വേൾഡ് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഉബുണ്ടു സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് OS ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഉബുണ്ടുവിൻ്റെ കൂടെ പോവാണ്. പിന്നെ ഇവിടെ ഉബുണ്ടുവിൻ്റെ ഏത് വേർഷനാണ്, ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഏത് വേർഷൻ ആണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ആർക്കിടെക്ചർ 64 ബിറ്റ് ഇതൊക്കെ മാറ്റി കൊടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ നമ്മുടെ ഇൻസ്റ്റൻസ് ടൈപ്പ് T3 മൈക്രോ ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. T3 സ്മോൾ ഉണ്ട്. പിന്നെ വേറെ ഇൻസ്റ്റൻസുകളും ടൈപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പല രീതിയിലുള്ള ഇൻസ്റ്റൻസ് ടൈപ്പുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളുടെ യൂസ് കേസിനനുസരിച്ചായിരിക്കും നമ്മൾ യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ സിമ്പിൾ ഒരു ഡെമോ ആയതുകൊണ്ട് നമ്മൾ T3 മൈക്രോയിലൂടെ പോവാണ്. പിന്നെ കീ പെയർ, ഞാൻ ഓൾറെഡി ഒരു കീ പെയർ നേരത്തെ ഒരു എക്സാമ്പിളിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കീ പെയർ തന്നെ യൂസ് ചെയ്യുവാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടുന്ന് കീ പെയർ യൂസ് ചെയ്യാം. RS തന്നെ PEM, പിന്നെ ക്രിയേറ്റ് കീ പെയർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ സേവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് SSH യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മളുടെ ഇൻസ്റ്റൻസിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റൻസിനെ മാനേജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. അതിപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ എങ്ങനെ കൺസോളുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. പിന്നെ ക്രിയേറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ്, അലോ SSH ട്രാഫിക്, എനിവെയറിന് പകരം MyIP കൊടുക്കാം. നമ്മളുടെ ലോക്കൽ സിസ്റ്റത്തിൻ്റെ IP ആണിത്, അതിൻ്റെ അകത്തുനിന്ന് കണക്ട് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, നമ്മൾ SSH വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കോൺഫിഗർ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാനും ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മളുടെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റൻസ് ക്രിയേറ്റ് അതിന് മുമ്പ് നമുക്ക് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയി, നമ്മുടെ ഇൻസ്റ്റൻസ് റണ്ണിങ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ള IP അഡ്രസ്സ്, പ്രൈവറ്റ് IP അഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നേരെ എലാസ്റ്റിക് ഐപിയിലോട്ട് പോകും. എലാസ്റ്റിക് IP എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻസ്റ്റൻസ് ഇപ്പം എന്താ പറയുക, സെർവർ റീസ്റ്റാർട്ട് ആകുന്ന സമയത്തേക്ക് IP മാറാനും ഇങ്ങനെയുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ IP ചേഞ്ച് ആകാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പം നമ്മുടെ ഡൊമൈനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ IP ചേഞ്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എലാസ്റ്റിക് IPയുടെ ആവശ്യമുണ്ട്. അപ്പം എലാസ്റ്റിക് IP ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ആവുമല്ല. ഓക്കെ, അപ്പം അലോക്കേറ്റ് എലാസ്റ്റിക് IP അസോസിയേറ്റ് എലാസ്റ്റിക് IP കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ഐഡിയ വോൾട്ട് എന്ന് പറയുന്ന സാധനം റൺ ആവുന്ന ഇൻസ്റ്റൻസ് അതിൻ്റെ IP അഡ്രസ്സ് 234. ഓക്കെ, അത് നമ്മളുടെ ഇൻസ്റ്റൻസുമായിട്ട് ടച്ച് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 294 ഇതാണ് നമ്മളുടെ പബ്ലിക് IP. ഇപ്പം ഇതായിരിക്കും നമ്മൾ കൊടുത്ത എലാസ്റ്റിക് IP. 209 209 തന്നെയല്ലേ ഇൻസ്റ്റൻസ് 209. ഓക്കെ, ആ IP ഇവിടെ വന്നു. ഇനി ഈ IP ചേഞ്ച് ആവത്തില്ല. ഓക്കെ, പിന്നെ നമുക്കിനി നേരെ കൺസോളുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മളുടെ കോഡിനെ ഇവിടെ കൊണ്ടുവരണം. നമ്മൾ കോഡെല്ലാം ഇട്ടേക്കുന്ന ഗിറ്റബിലായിരിക്കും. ഗിറ്റബിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പം നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. കണക്ട് ചെയ്യുന്ന സമയത്ത് എറർ അടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ SSHൻ്റെ കോൺഫിഗർ ചെയ്ത സമയത്ത് ലോക്കൽ IP ആണ് കൊടുത്തത്. ഓക്കെ, ഇത് മാറ്റി ഞാൻ ഇവിടുന്ന് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം സിസ്റ്റത്തിൻ്റെ ടെർമിനലിൽ നിന്ന് SSH വെച്ചിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് ചെയ്യാം. ഞാനിവിടെ നമ്മളുടെ deployment.md എന്ന് പറയുന്നൊരു ഫയലുണ്ട്, അതിൻ്റെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു കണക്ഷൻ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെർമിനലിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഡയറക്റ്റ്ലി. ഇപ്പം നമുക്ക് ഞാൻ AWSൻ്റെ ബ്രൗസർ കൺസോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിൽ ടെർമിനലിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് എനിക്ക് ഈ കൺസോൾ യൂസ് ചെയ്യാൻ ഇഷ്ടം. അത് കാരണം തന്നെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പോകുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു കൊടുത്ത IP ഒന്ന് മാറ്റണം. ഇതാണ് SSHന് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്ത IP. ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക. മറ്റൊരു റൂൾ ആഡ് ചെയ്യുക.
SSH22 കസ്റ്റം. ഇനി IPv6 അല്ല, EC2 ഇൻസ്റ്റൻസ്. ഓക്കെ, ഇൻബൗണ്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ആഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തന്നെ, എഡിറ്റിംഗ് ബ്രൗൺ റൂൾ കാണിച്ചു തന്നില്ല. ഈ ഒരു ഇവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇൻസ്റ്റൻസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് IPv6 അല്ലാതെ കോം ആമസോൺ AWS.AP സൗത്ത് EC2 ഇൻസ്റ്റൻസ് കണക്ട് PL ഈ ഒരു ഇത് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം പോയോ SSH TCP അത് തന്നെ ഇവിടെ കൊണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ കണക്ട് ചെയ്ത് നോക്കാം. ഇൻസ്റ്റൻസിൽ പോവുക, ഇൻസ്റ്റൻസിൽ പോയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മളുടെ സിസ്റ്റം കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാനിവിടെ ഈ deployment.md എന്ന് പറയുന്ന ഫയലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗിറ്റബിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പം കണക്ട് ചെയ്തത് നിങ്ങൾ ടെർമിനലിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് തൊട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എറേഴ്സും കാര്യങ്ങളൊന്നും വരാനില്ല. ഡയറക്റ്റ് ഈ കമാൻഡ്സ് തന്നെ പോയാൽ മതി. ആദ്യം നമുക്ക് നമ്മുടെ ഉബുണ്ടു അല്ലേ അപ്ഡേറ്റ് ചെയ്യണം, പിന്നെ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനും sudo apt അപ്ഡേറ്റിനുള്ള കമാൻഡാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. നോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോഡ് 2024 ആണ് ലേറ്റസ്റ്റ് LTS, ലേറ്റസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻ 24 ആണ്. ഓക്കെ, പ്രോഗ്രസ് 98%. ഒന്ന് ഇൻസ്റ്റാൾ ആയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്തത് നോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയി. നമുക്ക് നോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. നോഡ് ഇൻസ്റ്റാൾ ചെയ്ത നോഡിൻ്റെ NPMൻ്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ നോഡും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അടുത്ത കമാൻഡ് നമുക്ക്, നിങ്ങൾ ഈ കമാൻഡ് നേരെ അങ്ങ് ഫോളോ ചെയ്ത് മതി കേട്ടോ. പിന്നെ നമ്മളുടെ ഗിറ്റബിൻ്റെ ഇത് ക്ലോൺ ചെയ്യണം. ഓക്കെ, അപ്പം എൻ്റെ ഗിറ്റബിൽ കിടക്കുന്ന ഇതെടുക്കണം. നിങ്ങളുടെ പ്രൊജക്റ്റ് ഗിറ്റബിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ഐഡിയ വോൾട്ട് എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു ഗിറ്റബ് ഇവിടെ ഉണ്ട്. ഞാനതിനെ ക്ലോൺ ചെയ്യാൻ പോവാണ്. ഇവിടെ വന്നിട്ട് HTTPS ക്ലോണ്, ഇവിടെ പോയി ഗിറ്റ് ഉണ്ട്, ഗിറ്റ് ക്ലോൺ. അപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. LS ഐഡിയ വോൾട്ട് CD ഐഡിയ വോൾട്ടിൻ്റെ അകത്ത് കയറി LS. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത് നമ്മളുടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ NPM പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യണം. CD ഫ്രണ്ട് എൻഡിൽ കയറി NPM ആയി കൊടുത്തു. അപ്പോൾ നമ്മളുടെ പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ആവും. പിന്നെ നമുക്ക് ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഡിസ്റ്റ് ഫോൾഡറിനെ ഒന്നും നമ്മൾ ഗിറ്റിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യത്തില്ല. അപ്പം NPM റൺ ബിൽഡ് ഫ്രണ്ട് എൻഡിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റ്. ഓക്കെ, അപ്പം നമ്മളുടെ LS ഡിസ്റ്റ് ഫോൾഡർ ഇവിടെ വന്നു. ഇതിൻ്റെ അകത്താണ് നമ്മളുടെ ഇൻഡെക്സ് ഡോട്ടും സാധനങ്ങൾ നമ്മളുടെ അസറ്റ്സും ഐക്കൺസും index.html എല്ലാം ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് CD ബാക്കെൻഡിൽ കയറാം. ബാക്കെൻഡിൽ കയറിയിട്ട് ഓക്കെ, NPM ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, അതിൻ്റെ അകത്ത് NPM ഇൻസ്റ്റാൾ ചെയ്തതിന് നമുക്ക് ENV. ഓക്കെ, ഞാൻ ഇതിൻ്റെ നമുക്ക് ENV ആഡ് ചെയ്യണം. അപ്പം ഞാൻ നമ്മൾ AWSന് സീക്രട്സിന് ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഡയറക്റ്റ് nano.env എൻ്റെ ഇൻസ്റ്റൻസിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് വെക്കാൻ പോവാണ്. ഓക്കെ, nano.env അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ
ആപ്ലിക്കേഷൻ റൺ ആവുമല്ലോ. അപ്പം nano.env ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ക്രെഡൻഷ്യൽസ് ഇതിൻ്റെ അകത്ത് എൻ്റെ ക്രെഡൻഷ്യൽസ് വേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്ക് എൻഡിൽ പോയാൽ .env എക്സാമ്പിളിൻ്റെ അകത്ത് നിങ്ങളുടെ പോർട്ടും MongoDB URI ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഞാൻ ആഡ് ചെയ്യാൻ പോകണം. അപ്പോഴത്തേക്ക് ഞാനൊന്ന് ആഡ് ചെയ്തിട്ട് വരാം. എന്നിട്ട് നിങ്ങൾ ഇത് പിന്നെ പോർട്ടും ഇത് ആഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് പിന്നെ കൺട്രോൾ എൻ്റർ കൺട്രോൾ എക്സ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ENV അവിടെ ആഡ് ആയിക്കോളും. അപ്പം ഞാൻ എൻ്റെ .env ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 വേരിയബിൾസ് വെച്ചിട്ട് .env ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ .env ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് PM2 എന്ന് പറയുന്നൊരു പാക്കേജ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മളുടെ ഈ സെർവറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കേജാണ്. ഓക്കെ, PM2 ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത് ഗ്ലോബലി ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. PM2 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നോഡ് ആപ്ലിക്കേഷനെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ PM2 ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ അകത്ത് ആപ്പ് നെയിം എന്നുള്ളടത്ത് ഐഡിയ വാൾട്ട്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് PM2ൻ്റെ കുറച്ച് കമാൻഡ്സ് ഉണ്ട്. PM2 എന്ന് പറഞ്ഞാൽ പ്രോസസ് മാനേജർ 2 എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പം നമ്മളിപ്പം നോഡ് മോണിക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ലോഗ്സും സ്റ്റാറ്റസുകളും കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ PM2നെ യൂസ് ചെയ്യുന്നത്. ഒരു ഓപ്പൺ സോഴ്സ് ടൂളാണ്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ PM2 സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ PM2 ലോഗ്സ്, PM2 ലോഗ് നോക്കിയാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ലോഗ് കാണാൻ പറ്റും. ലോഗ്സ്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആകുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് PM2 സ്റ്റാർട്ട് അതിപ്പോൾ ചെയ്യേണ്ട സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഓക്കെ, നമ്മളുടെ ആപ്ലിക്കേഷൻ ഇപ്പം നമ്മളുടെ IP വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് IP അഡ്രസ്സ്. കോപ്പി, കൺട്രോൾ V, വല്ലതും വരുന്നുണ്ടോ? 5000. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മളുടെ 5000 പോർട്ടിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ആപ്ലിക്കേഷനെ അവിടെ കാണാൻ പറ്റും. ഇവിടെ സെക്യൂരിറ്റി പോവുക, സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്യുക, എഡിറ്റിംഗ് ബോണ്ട് റൂൾസ് സെലക്ട് ചെയ്യുക, പിന്നെ ആഡ് റൂള്, കസ്റ്റം TCP പോർട്ട് 5000, ഇത് എല്ലായിടത്തും ഇവിടുന്ന് റിക്വസ്റ്റ് ചെയ്താലും ഓക്കെ. കസ്റ്റം TCP 5000 IPv6നും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, സേവ് റൂൾസ് കൊടുത്താൽ ഇനിയിപ്പം നമ്മളിവിടെ വന്നിട്ട് നോക്കിയാൽ നമ്മളുടെ ആപ്ലിക്കേഷന് ആ IPക്കകത്ത് ഹോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒരു റാൻഡം ഹൈ കൊടുത്താൽ കറക്റ്റായിട്ട് നമ്മളുടെ ആഡ് ആകുന്നുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പം നമ്മളുടെ ഈ IP-യിൽ ഇതിനെ കിട്ടുന്നുണ്ട്. ഇനി നമ്മളുടെ ഡൊമൈൻ്റെ അകത്ത് നമുക്കിതിനെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ Nginx ഒരു റിവേഴ്സ് പ്രോക്സി ഉണ്ട്. Nginxനെ നമുക്ക് ഹോസ്റ്റ് ചെയ്യണം. Nginx എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ Nginx ഇൻസ്റ്റാൾ ചെയ്യണം. Nginx എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് പ്രോക്സിയാണ്. അപ്പം നമ്മളുടെ സെർവറിൻ്റെ ഫ്രണ്ട് നിന്നിട്ട് നമ്മളുടെ ആപ്ലിക്കേഷനെ ഡയറക്റ്റ് ഈ ബ്രൗസറുകളിൽ നിന്ന് റിക്വസ്റ്റ് സെർവ് ചെയ്യാതെ Nginx അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് Nginxനെ ഒരു റിവേഴ്സ് പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ ഡിപ്ലോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ഏത് കാര്യം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് പ്രോക്സി ഫോർവേഡ് പ്രോക്സിയും കാര്യങ്ങളൊക്കെ നോക്കുന്നതല്ലാണ്. ഓക്കെ, അപ്പം നമ്മളെ സെർവറിൻ്റെ ഫ്രണ്ടിൽ ഒരു എക്സ്ട്രാ ലെയർ ആയിട്ട് പോർട്ട് 18-ൽ Nginx നിൽക്കും. Nginx നിന്നിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ ലോക്കൽ ഹോസ്റ്റ് 5000-ലല്ലേ സെർവ് ചെയ്യുന്നത്. അപ്പം അതിനെ Nginx നിന്നിട്ട് അവിടുന്ന് നമ്മളുടെ ലോക്കൽ ഹോസ്റ്റ് 5000-ലോട്ട് റിക്വസ്റ്റുകൾ പാസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മളുടെ ഫ്രണ്ടിലുള്ള ഈ ബ്രൗസറുകളിലെ റിക്വസ്റ്റ് വരുന്ന സ്ഥലം അറിയില്ല, എവിടെ നിന്നാണ്
നമുക്ക് റെസ്പോൺസും കാര്യങ്ങളും വരുന്നതെന്നൊക്കെ ഉള്ള ഒരു സേഫ്റ്റി മെക്കാനിസം, പിന്നെ ലോഡ് ബാലൻസർ പോലെയും എൻജിനെക്സ് ആക്ട് ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ എൻജിനെക്സ് ഇടുന്നത്. എൻജിനെക്സ് ഇട്ടു. പിന്നെ നമുക്ക് എൻജിനെക്സിൻ്റെ അകത്ത് നമ്മളുടെ ഡൊമൈനും കാര്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ IP വിളിക്കുമ്പോഴാണ് നമ്മളുടെ ഇത് കിട്ടുന്നത്. എന്താ പറയുക, IP വിളിച്ച് ലോക്കൽ ഹോസ്റ്റ് 5000 എന്ന് പറയുമ്പോഴാണ് നമ്മളുടെ ഇത് കിട്ടും. ഇതിന് പകരം നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഡൊമൈൻ കണക്ട് ചെയ്യാൻ പോകണം. എനിക്കൊരു ഡൊമൈൻ ഉണ്ട്. ഡൊമൈൻ തോമസ് ജോസഫ് ഡോട്ട് ഓൺലൈൻ എന്നാണ് ഡൊമൈൻ്റെ പേര്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുന്നു. ഇവിടെ ആപ്പിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ നമ്മളുടെ ഈ ഡിപ്ലോയ്മെൻറ്റ് ഡോട്ട് MD5ൻ്റെ അകത്ത് തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളുടെ എൻജിനെക്സിൻ്റെ കോൺഫിഗറേഷൻ്റെ അകത്ത് കോപ്പി ചെയ്ത് കൊടുക്കാം. കളയാം. ഞാൻ എന്തോ ഈശോ വഴി ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അത് കാരണമാണ് ഞാനിങ്ങനെ ഇരുന്ന് കളയുന്നത്. ഓക്കെ, ഇത് തീരാറായെന്ന് തോന്നുന്നു. നോക്കട്ടെ. തീർന്നില്ലേ? ഇച്ചിരി കൂടെ ഉണ്ടല്ലേ? ഓക്കെ, നമുക്കത് നമ്മളെടുത്തുകൊണ്ട് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഈ yourdomain.com എന്നുള്ളത് എൻ്റെ ഡൊമൈൻ്റെ പേരാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, തോമസ് ജോസഫ് ഡോട്ട് ഓൺലൈൻ. ഈ www ഉള്ളിടത്ത് തോമസ് ജോസഫ് ഡോട്ട് ഓൺലൈൻ എന്ന് കൊടുത്തു. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റാണ്. കൺട്രോൾ O, എൻ്റർ, Ctrl+X. ഓക്കെ, ഇനി നമുക്കത് കോൺഫിഗറേഷൻ ശരിയായെന്ന് നോക്കണം. sudo nginx t, സോറി ഇതല്ല, പേസ്റ്റ്. ഓക്കെ, nginx സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അടുത്തത് റീലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് Ctrl+C പേസ്റ്റ്. നിങ്ങൾ ഈ ഡിപ്ലോയ്മെൻറ്റ് ഡോട്ട് MD ഗൈഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ IP അഡ്രസ്സിനെ നമ്മൾ ഡൊമൈനുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് പബ്ലിക് IP എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ IPനെ ഞാൻ എൻ്റെ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് പോയിട്ട് ഇൻസ്റ്റൻസിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ എൻ്റെ ഡൊമൈൻ നെയിം സെർവേഴ്സ് ഉണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു റെക്കോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്തിട്ട് 209 തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം എൻ്റെ ഈ തോമസ് ജോസഫ് ഡോട്ട് ഓൺലൈൻ എന്ന് പറയുന്ന ഇത് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷനെ എനിക്ക് കിട്ടും. ഓക്കെ, നോക്കാം. ഇപ്പം നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് 5000 ആയിരുന്നു. ഇനിയിപ്പം ഇതിന് പകരം ജോസഫ് ഡോട്ട് ഓൺലൈൻ എന്ന് വിളിച്ചാൽ TTP കിട്ടുന്നില്ലല്ലോ. വൈ കിട്ടേണ്ടതാണ്, കിട്ടുന്നില്ല. എന്തുകൊണ്ട്? തോമസ് ജോസഫ് ഡോട്ട് ഓൺലൈൻ തന്നെ അല്ലേ കൊടുത്തേ? റീലോഡ് എൻജിനക്സ് തോമസ് JOSCPH സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്.
AOCPH control O and control X റീലോഡ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. HTTP തോമസ് ജോസഫ്. എന്താണ് കിട്ടാത്തത്? ചിലപ്പോൾ ഇച്ചിരി സമയം എടുക്കുമായിരിക്കും. ഇനി മറ്റേ നമ്മളുടെ റെക്കോർഡ് ആഡായിട്ട് റിഫ്ലക്റ്റ് ആകാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. ഇനി അതിൻ്റെ ആണോ എന്നറിയില്ല. നമുക്ക് അപ്പോഴത്തേക്ക് ഏതായാലും TLS സർട്ടിഫിക്കറ്റും കൂടെ എടുക്കാം. നമ്മളുടെ ഇതിപ്പം നോക്കുന്ന സമയത്ത് നമ്മളുടെ നോട്ട് സെക്യൂർ എന്നും പറഞ്ഞുകൊണ്ടേ വരുള്ളൂ. ഇപ്പം നമ്മൾ ഇതെടുത്ത് കണ്ടില്ല, ഈ നോട്ട് സെക്യൂർ ഇത് മാറ്റിയിട്ട് നമുക്ക് സെക്യൂർ ആക്കണം. ഇതുപോലെ സെക്യൂർ ആണെന്ന് കാണിക്കാൻ വേണ്ടി HTTPS വരും. ഇപ്പം നമ്മൾ നോക്കുന്ന HTTP മാത്രമുള്ള HTTPS ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെർട്ട് ബോട്ടിനെ വെച്ചിട്ടൊരു സർട്ടിഫിക്കറ്റ് എടുക്കണം, ഒരു TLS സർട്ടിഫിക്കറ്റ്. ഇപ്പം നമുക്ക് അതും കൂടെ ചെയ്യാം. നമ്മളിപ്പം സെർട്ട് ബോട്ടിനെ സെർട്ട് ബോട്ട് സ്യൂഡോ സെർട്ട് ബോട്ട് എൻജിനെക്സ് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഒന്ന് കുട്ടി സ്യൂഡോ എറർ എന്തായിരുന്നു? സ്യൂഡോ സെർട്ട് ബോട്ട് എന്ന് പറയുന്ന കമാൻഡ് കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ചാറ്റ് ജിപിറ്റിയോട് തന്നെ ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ ജെമിനിയോട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ AWSന്റെ തന്നെ ക്യൂ ഉണ്ട്, അതിനോട് ചോദിച്ചു നോക്കാം. ഇപ്പം നമുക്ക് എന്തെങ്കിലും സംശയം, എനിക്ക് സംശയം വരുമ്പോഴെല്ലാം ഇതിൻ്റെ അകത്താണ് ചോദിക്കാറ്. AWS റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയം ചോദിച്ചാലും ആൻസർ കിട്ടാൻ എളുപ്പം AWS ക്യൂ ആയിരിക്കും. പിന്നെ ചാറ്റ് ജിപിറ്റിനെ വെറുതെ വിടണ്ട, ചോദിക്കാം. സെർട്ട് ബോട്ട് പൈത്തൺ സെർട്ട് ബോട്ട് ഇൻസ്റ്റാൾ ചെയ്തില്ലായിരുന്നു നമ്മൾ. നമ്മൾ സെർട്ട് ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യാതെയാണ് കാര്യം മറന്നുപോയായിരുന്നു. സോറി, ഇത് മിസ്റ്റേക്ക്. ഓക്കെ, അടുത്ത് നമുക്ക് സെർട്ട് ബോട്ട് ഇമെയിൽ അഡ്രസ്സ് മാറ്റി ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഇതെല്ലാം നേരെ ഇങ്ങ് ഫോളോ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ കൺട്രോളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ HTTPS കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഡയറക്റ്റ് തോമസ് ജോസഫ് .ഓൺലൈൻ അടിച്ചാൽ വരേണ്ടതാണ്. ഡൊമൈൻ വരാത്തത് മിക്കവാറും നമ്മളുടെ ഇതിൻ്റെ ചേഞ്ചസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമായിരിക്കും. PM2 സ്റ്റാറ്റസ് PM2 ഓൺലൈൻ ആണ്. നമ്മളുടെ
അയ്യോ, എന്തെങ്കിലും ചേഞ്ച് ആക്കിയോ? യാതൊരു കമന്റ് അടിച്ചു പോയി. കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം ഓക്കെയാണ്. നമ്മൾ തോമസ് ജോസഫ് ഡോട്ട് ഓൺലൈൻ ഒന്നില്ല. IP കിട്ടുന്നുണ്ടോ? IP കിട്ടുന്നുണ്ട്. ഇത് മിക്കവാറും ഇതിൻ്റെ അകത്തെ ചേഞ്ചസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. IP സെയിം അല്ലായിരുന്നു. IP ഇൻസ്റ്റൻസിൻ്റെ IP IP ഇൻസ്റ്റൻസിൻ്റെ IP 1:3107. അത് തന്നെ. ഓക്കെ, റെക്കോർഡ് ഓൾറെഡി ഉണ്ട്. നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് മിസ്റ്റേക്സും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. മറ്റേ അത് നമ്മൾ ഹോസ്റ്റിങ്ങിലാണ് എൻ്റെ ഡൊമൈൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കോൺഫിഗർ ചെയ്തേക്കുന്ന ചേഞ്ചസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയമാണത്. ഓക്കെ, അപ്പം അത് ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കൂടെ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ DNS ഇതുവരെ ചേഞ്ചസ് ഇതുവരെ പ്രൊപ്പഗേറ്റ് ആയിട്ടില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പം നിങ്ങൾ ഗിറ്റ്ഹബിലോട്ടല്ലേ ഇതെല്ലാം ആഡ് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം ഗിറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അപ്പം നിങ്ങൾക്ക് ഗിറ്റ് ആഡ് ഗിറ്റ് കമ്മിറ്റ് ഹൈഫനും ഇപ്പം നിങ്ങളുടെ ചേഞ്ചസ് എല്ലാം ഗിറ്റിൽ വന്നു. അപ്പം ഗിറ്റിൽ നമ്മൾ വരുത്തിയ ചേഞ്ചസ് ഇനിയിപ്പം നമുക്ക് ഇവിടെ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റൻസിൽ പോവുക, എന്നിട്ട് ഗിറ്റ് പുള്ള് ചെയ്യുക. ഗിറ്റ് ബാക്ക് ഗിറ്റ് പുള്ള് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ചേഞ്ചസ് എല്ലാം ഇവിടെ റിഫ്ലക്റ്റ് ആവും. എന്നിട്ട് നമുക്ക് PM2 റീസ്റ്റാർട്ട് PM ഐഡിയ വേൾഡ്. ഓക്കെ, അപ്പം നമ്മളുടെ ചേഞ്ചസ് എല്ലാം ഇവിടെ വന്നു. നമ്മൾ ജസ്റ്റ് ഡിപ്ലോയ്മെൻറ്റിനകത്ത് ചേഞ്ച് വരുത്തില്ല, കോഡിനകത്ത് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. എന്നിട്ട് ജസ്റ്റ് PM2 റീസ്റ്റാർട്ട് കൊടുത്താൽ നമ്മൾ ഗിറ്റ് പുള്ള് ചെയ്തിട്ട് ഗിറ്റിൽ ചേഞ്ചസ് എല്ലാം റീസ്റ്റാർട്ട് കൊടുത്താൽ അത് വർക്ക് ചെയ്തോളും. ഓക്കെ, അപ്പം നമ്മളുടെ ഡൊമൈനിൻ്റെ കേസ് ഇതുവരെ പ്രൊപ്പഗേറ്റ് ആയി വന്നിട്ടില്ല. അത് വരുമ്പോഴും ഞാനതൊന്നും കൂടെ അതും കൂടെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ IPക്കകത്ത് ഏതായാലും കിട്ടുന്നുണ്ട്. അപ്പം നമ്മളെ ചേഞ്ചസ് ഞാൻ 1-2 തവണ പുതിയ ചേഞ്ചസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോസ്റ്റിംഗറിൻ്റെ അകത്ത്. അപ്പം ഇപ്പോഴും ഇതിനു മുമ്പുള്ള IPയിലോട്ടാണ് റിസോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ചേഞ്ചസ് റിഫ്ലക്റ്റ് ആവാത്തത്. അതിപ്പം ആയിക്കോളും. കുറച്ച് സമയം എടുത്താലും 24 hours വരെ എടുക്കും എന്നാണ് പറയുന്നത്. സാധാരണ ഒരു 15-30 മിനിറ്റിനുള്ളിൽ ആവാറുണ്ട്. ഇപ്പം അത് ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ റൗട്ട് 53 ക്ലൗഡ് ഫ്രണ്ടും ആയിരിക്കും പറയാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ S3 ബക്കറ്റിൻ്റെ അകത്ത് എങ്ങനെ റിയാക്ട് ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യാമെന്ന് പറയാം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഒരു
സെറ്റപ്പിൽ തന്നെ എങ്ങനെ CI/CD ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം. അതായിരിക്കും അടുത്ത വീഡിയോയ്ക്ക് നല്ലത്. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഏതായാലും ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ഹോസ്റ്റ് ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ അകത്ത് CI/CD ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പം ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം അടുത്ത പുതിയ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ അവിടെ പോയി പുള്ള് ചെയ്ത്, ഇപ്പം നമ്മൾ കാണിച്ചു തന്നില്ലേ, നമ്മൾ ഇൻസ്റ്റൻസിൽ പോയി പുള്ള് ചെയ്തെടുക്കുന്നതിന് പകരം ഇവിടുന്ന് തന്നെ നമ്മൾ CI/CD പൈപ്പ്ലൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബ്രാഞ്ചിലോട്ട് പുഷ് ചെയ്യുന്നു, ഇപ്പം നമുക്ക് ബ്രാഞ്ച് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗിറ്റിലെ ബ്രാഞ്ചിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്ന് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡിപ്ലോയ്മെൻറ്റ് കാര്യം നടക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അതടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റൗട്ട് 53യും ക്ലൗഡ് ഫ്രണ്ടും റിയാക്റ്റിൻ്റെ S3 ബക്കറ്റിലെ ഹോസ്റ്റിങ്ങും ഡൊമൈൻ കണക്ഷനും ചെയ്യാം. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ തോമസ് ജോസഫ് ഡോട്ട് ഓൺലൈനിലോട്ട് ലൈവ് ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ വൈഫൈയുടെ DNS ക്യാഷെ പണി തന്നായിരുന്നു. അപ്പം ഞാൻ വേറൊരു നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അത് ഓക്കെ ആയിട്ട് വർക്കിംഗ് ആകുന്നുണ്ട്. ഓക്കെ, വോൾട്ട് ഐഡിയ ഇതെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ AWSൻ്റെ അകത്ത് ഹോസ്റ്റ് ചെയ്യുന്ന കാര്യം, EC2 ഇൻസ്റ്റൻസിനകത്ത്. അപ്പോൾ അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെ CI/CD പൈപ്പിനെയും കണക്ട് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. നമുക്കിപ്പോൾ എങ്ങനെ ഓട്ടോമാറ്റിക് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.